Good morning, dear students. Welcome to the online platform of KTCT College of Arts and Science. I am Sufaina, Assistant Professor from the Department of Economics, KTCT College of Arts and Science. Today, we are going to discuss with a new paper in economics. It's a foundation course paper, Informatics for Applied Econometrics. You already know about the 4 different modules of this paper. So I am directly moving on the first module, role of ICT in economics. Role of ICT in economics. Now we are going to learn about the first area of this module, that is meaning and scope of informatics. Meaning and scope of informatics. Informatics is the modern term that directly coined from information. So first we discuss about the meaning of an information. നമുക്കറിയാവുന്ന പോലെ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന മോഡേൺ വേർഡ് ഇൻഫർമേഷൻ എന്നുള്ള വേർഡ് ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ എന്താണ് ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നതിന് മുന്നേ ജസ്റ്റ് ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇൻഫർമേഷൻ ഈസ് ദ ഡേറ്റ ഹൂസ് കണ്ടന്റ് ആർ അപ്രോപ്രിയേറ്റ് ഫോർ എ പർട്ടിക്കുലർ യൂസ്. Information is obtained when data are processed, interpreted, organized, structured or presented so as to make them meaningful and useful. അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ്സ് ഓഫ് ഡേറ്റയാണ്. ആ ഡേറ്റയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? ഹൂസ് കണ്ടൻറ്റ്സ് ആർ അപ്രോപ്രിയേറ്റ് ഫോർ എ പർട്ടിക്കുലർ യൂസ്. അതിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീനിങ് ഫുള്ളായിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കൂട്ടം ഡേറ്റാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഫർമേഷൻ ഈസ് ദ ഡേറ്റ ഹൂസ് കണ്ടന്റ് ആർ അപ്രോപ്രിയേറ്റ് ഫോർ എ പർട്ടിക്കുലർ യൂസ്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ മെയിൻ ഏരിയ ഓഫ് അവർ ടോപ്പിക്, ദാറ്റ് ഈസ് ഇൻഫോർമാറ്റിക്സ്. ഇൻഫോർമാറ്റിക്സ് ഈസ് ദ സയൻസ് ആൻഡ് സ്റ്റഡി ഓഫ് ഇൻഫർമേഷൻ, information flow, data management, information system, engineering and information outcomes. Basically, informatics is a science and study of information. Its study area includes information flow, data management, information systems, engineering and information outcomes. അപ്പോൾ സിംപ്ലി പറയുവാണെങ്കിൽ ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഫർമേഷനെ കുറിച്ചുള്ള പഠനമാണ്. ആ ഒരു പഠന മേഖലയിൽ എന്തൊക്കെ ഉൾപ്പെടും? ഇൻഫർമേഷൻ ഫ്ലോ, ഡേറ്റ മാനേജ്മെൻറ്റ്, ഇൻഫർമേഷൻ സിസ്റ്റം, എൻജിനീയറിംഗ്, ഇൻഫർമേഷൻ ഔട്ട്കം, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു സ്റ്റഡി ഏരിയയാണ്, അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ഇൻഫർമേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുക. ഇൻഫോർമാറ്റിക്സ് ഇസ് എ സയൻസ് ആൻഡ് സ്റ്റഡി ഓഫ് ഇൻഫർമേഷൻ, ഇൻഫർമേഷൻ ഫ്ലോ, ഡേറ്റ മാനേജ്മെൻറ്റ്, ഇൻഫർമേഷൻ സിസ്റ്റം, എൻജിനീയറിംഗ് ആൻഡ് ഇൻഫർമേഷൻ ഔട്ട്കം. ഓക്കെ, Informatics applies the principles of information science to solve problems using data. അതായത് ഇൻഫർമാറ്റിക്സ് എന്ത് യൂസ് ചെയ്യുന്നു? പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഫർമേഷൻ സയൻസിനെ യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനായിട്ട് ഡേറ്റാസിൻ്റെ സഹായത്തോടു കൂടി. ഇൻഫർമാറ്റിക്സിൻ്റെ റിലേഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഏരിയാസിലെയും പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനായിട്ട്, ഡേറ്റാസിനെ സഹായത്തോടു കൂടി സോൾവ് ചെയ്യാനായിട്ട് ഇൻഫർമേഷൻ സയൻസിൻ്റെ പ്രിൻസിപ്പിൾസിനെ ഇൻഫർമാറ്റിക്സ് അപ്ലൈ ചെയ്യുന്നു. ദെൻ വി ഗോയിങ് ത്രൂ ദ ഒറിജിൻ ഓഫ് ദ ടേം ഇൻഫോർമാറ്റിക്സ്. The term informatics was first coined by a German scientist called Steenbusch in 1957 through his published paper titled Informatics Automatic Information Processing. അപ്പോൾ ഇൻഫർമാറ്റിക്സ് എന്നുള്ള വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്തത് ജർമ്മൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള കോൾ സ്റ്റീൻബുഷ് ആണ്. 1957 അദ്ദേഹത്തിൻ്റെ പബ്ലിഷ്ഡ് പേപ്പറായിട്ടുള്ള ഇൻഫർമാറ്റിക്സ് ഓട്ടോമാറ്റിക് ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിലൂടെ. ഓക്കെ, ജർമ്മൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള കോൾ സ്റ്റീൻബുഷ് ഇൻ 1957. നെക്സ്റ്റ് വി ഗോയിങ് ടു ലേൺ അബൌട്ട് ആൻ സിമ്പിൾ ആൻഡ് പ്രിസൈസ് ഡെഫിനിഷൻ ഓഫ് ആൻ ഇൻഫർമാറ്റിക്സ്. അപ്പോൾ നമുക്ക് ഇൻഫർമാറ്റിക്സിന് ഒരു സിമ്പിൾ ഡെഫിനിഷൻ നോക്കാം. ഇൻഫർമാറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ ബിഹേവിയർ ആൻഡ് സ്ട്രക്ചർ ഓഫ് എനി സിസ്റ്റം ദാറ്റ് ജനറേറ്റ്സ്, പ്രോസസ്സസ് ആൻഡ് ദെൻ പ്രസൻറ്റ്സ് ഇൻഫർമേഷൻ. അപ്പോൾ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ ബിഹേവിയറിനെയും സ്ട്രക്ചറിനെയും കുറിച്ചുള്ള സ്റ്റഡിയാണ്. ആ സിസ്റ്റം എന്ത് ചെയ്യുവാണ്? ദാറ്റ് ജനറേറ്റ്സ്, പ്രോസസ്സസ് ആൻഡ്
then presents information. ഇൻഫോർമേഷനെ ജനറേറ്റ് ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും പിന്നീടത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുവാണ്. അപ്പോൾ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ ബിഹേവിയറിനെയും സ്ട്രക്ചറിനെയും കുറിച്ചുള്ള സ്റ്റഡിയാണ്. ആ സിസ്റ്റം ഇൻഫോർമേഷനെ പ്രസൻറ്റ് ചെയ്യുകയും ജനറേറ്റ് ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ദിസ് ഫീൽഡ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ദ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഇൻഫോർമേഷൻ സിസ്റ്റം ആൻഡ് ദ യൂസർ. അതായത് ഇൻഫോർമാറ്റിക്സിൻ്റെ മേഖലയിൽ രണ്ടാളുകളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇൻഫർമേഷൻ സിസ്റ്റവും രണ്ടാമത് ആ ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്ന യൂസറും. ഇവ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇൻറ്ററാക്ഷനാണ് ഇൻഫോർമാറ്റിക്സിനകത്ത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് ദ യൂസർ. Informatics is the study of the behavior and structure of any system that generates, processes and then presents information. This field taken into consideration the interaction between the information system and the user. Next, we discuss with the important part of this session, scope of informatics. അപ്പോൾ നമുക്കിനി ഇൻഫോർമാറ്റിക്സിൻ്റെ സ്കോപ്പ് ഡിസ്കസ് ചെയ്യാം. ഒരു 7 പ്രധാനപ്പെട്ട ഇൻഫോർമാറ്റിക്സിൻ്റെ സ്കോപ്പാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫേസ് 1, ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ കൺസെപ്റ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. Informatics develops its own fundamental concepts of data, knowledge, communication, interaction and information and relate them to such phenomena as computation, thought and language. അപ്പോൾ ഇൻഫോർമാറ്റിക്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇൻഫോർമാറ്റിക്സിൻ്റെ വരവോട് കൂടി ഒരു ന്യൂ കൺസെപ്റ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ തന്നെ ഡെവലപ്പ് ആവാനായിട്ട് തുടങ്ങി. ഇൻഫോർമാറ്റിക്സിൻ്റെ ആയിട്ടുള്ള നോളജും ഡേറ്റാസും ഇൻറ്ററാക്ഷനും ഇൻഫർമേഷനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുവരെ ഉണ്ടായിരുന്നൊരു കമ്മ്യൂണിക്കേഷൻ ചിന്താഗതിക്ക് തന്നെ എന്തുണ്ടായി? മാറ്റമുണ്ടായി. പുതിയൊരു ഡെവലപ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഉണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഫോർമാറ്റിക്സിൻ്റെ വരവോട് കൊണ്ട് ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. എൻ്റെ ഈ ക്ലാസ് പോലും അതിന് എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ, second scope, encompassing a number of existing academic disciplines. Informatics has many aspects and it encompasses other existing academic disciplines such as artificial intelligence, cognitive science and computer science, which means informatics helps to improve existing academic disciplines. ഇപ്പോൾ ഇൻഫോർമാറ്റിക്സ് എന്തിനു സഹായിക്കുന്നു? നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അക്കാഡമിക് ഡിസിപ്ലിൻസിനെ കുറേ കൂടി ഇമ്പ്രൂവ് ആവാനായിട്ട്, നമ്മുടെ ഇൻഫോർമാറ്റിക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് കുറേ കൂടി ഇമ്പ്രൂവ് ആവാനായിട്ട് എന്ത് ചെയ്യുന്നു? ഇൻഫോർമാറ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് സ്കോപ്പ് ഈസ് എൻകംപാസിങ് എ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് അക്കാഡമിക് ഡിസിപ്ലിൻസ്. ഓക്കെ, ദെൻ തേർഡ് വൺ, പ്രൊവൈഡിങ് എ ലിങ്ക്. Informatics provide a link between other disciplines by bringing together a common scientific paradigm. അതായത് ഇൻഫോർമാറ്റിക്സ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ അതർ ഡിസിപ്ലിൻസ്. ബാക്കിയുള്ള ഡിസിപ്ലിൻസിനിടയിൽ ഒരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യാനും ഇൻഫോർമാറ്റിക്സിന് കഴിയുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, development of new concepts of communication. Second one, encompassing a number of existing academic disciplines. Third one, providing a link. Then fourth scope is helping to solve issues. So informatics incorporates concepts from computer science and information science in order to tackle different issues connected with different problems. അപ്പോൾ ഇൻഫോർമാറ്റിക്സ് എന്ത് ചെയ്യുന്നു? ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസിനെയും ഇഷ്യൂസിനെയും ഒക്കെ സോൾവ് ചെയ്യുന്നു. എന്തിൻ്റെ സഹായത്തോടു കൂടി? ഇൻഫർമേഷൻ സയൻസിൻ്റെയും കമ്പ്യൂട്ടർ സയൻസിൻ്റെയും കൺസെപ്റ്റ്സുകളുടെ സഹായത്തോടു കൂടി. അപ്പോൾ ഇൻഫോർമാറ്റിക്സ് ഇൻഫർമേഷൻ സയൻസിൻ്റെയും കമ്പ്യൂട്ടർ സയൻസിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി ഡിഫറെൻ്റ് ഏരിയാസിലുള്ള പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് ഫോർത്ത് സ്കോപ്പ് എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് സ്കോപ്പ്, ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസ്റ്റൻറ്റ് ഇൻഫോർമേഷൻ. നമുക്കെല്ലാവർക്കും അറിയാം ഇൻഫോർമേഷൻ ഇൻസ്റ്റൻ്റായിട്ട് തരാനായിട്ട് നമ്മുടെ ഇൻഫോർമാറ്റിക്സിന് കഴിയുന്നു. Organizations with hundreds of offices spread over a wide geographical area or remote outspot routinely get required information at the push of a button. ആ ഒരു നമ്മുടെ വിരൽ തുമ്പിലാണെന്ന് പറയുന്നത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മുടെ ഏരിയാസിൻ്റെയോ സിറ്റുവേഷൻസിൻ്റെയോ ഒന്നും പ്രശ്നങ്ങൾ അഫക്റ്റ് ചെയ്യുന്നില്ല. എവിടെ ഇരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഒരു വിരൽ തുമ്പിനപ്പുറം
നമുക്ക് ഇൻഫർമേഷനെ ഗ്യാദർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതും ഇൻഫർമാറ്റിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്കോപ്പാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസ്റ്റൻറ്റ് ഇൻഫർമേഷൻ. The next scope is opportunity to grow faster. As informatics grow as a separate discipline in the science of communication, there is every chance of developing it as a separate industry, just like computer industry. അപ്പോൾ ഇൻഫർമാറ്റിക്സിൻ്റെ വരവോടുകൂടി എല്ലാ മേഖലകൾക്കും സ്വന്തമായിട്ട് വളരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ വരവോടുകൂടി കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി ഡെവലപ്പായതുപോലെ ഓരോ മേഖലകൾക്കും ഒരു വലിയ പ്ലാറ്റ്ഫോമിൻ്റെ കീഴിൽ നിന്ന് വളരാനുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാനും ആർക്ക് കഴിഞ്ഞു? നമ്മുടെ ഇൻഫർമാറ്റിക്സിന് കഴിഞ്ഞു. ദെൻ ലാസ്റ്റ് സ്കോപ്പ് ഈസ് എമേർജിംഗ് ഹാർഡ്വെയർ ടെക്നോളജീസ്. The development of hardware technologies is projected to be one of the important scope of informatics. ഇൻഫർമാറ്റിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്കോപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് എമേർജിംഗ് ഹാർഡ്വെയർ ടെക്നോളജീസ്. ഈ ഒരു കാലഘട്ടത്തിൽ IT ഫീൽഡിലുണ്ടാകുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇൻഫർമാറ്റിക്സിൻ്റെ വരവോടുകൂടി തന്നെയാണ് ആ ഹാർഡ്വെയർ ടെക്നോളജീസിലും ഇത്രയധികം ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് 7 ഇമ്പോർട്ടൻറ്റ് സ്കോപ്സ് ഓഫ് ഇൻഫർമാറ്റിക്സ്. ഫസ്റ്റ് വൺ, development of new concepts of communication. Second one, encompassing a number of existing academic disciplines. Next, providing a link. Then helping to tackle issues or solve issues. Then it provides instant information. Then opportunity to grow faster. And last one, emerging hardware technologies. Okay. There is still no universal meaning for informatics, as different organizations, educational or otherwise, have their own meaning for it. But all of these different ways of defining informatics still adhere to the same core, that is about the study and application of information and information technology in everyday processes. അപ്പോൾ ഇൻഫർമാറ്റിക്സിന് നമുക്കൊരു യൂണിവേഴ്സൽ മീനിങ് പറയാനായിട്ട് സാധിക്കത്തില്ല. അത് ഓരോ ഓർഗനൈസേഷൻസും അവർ യൂസ് ചെയ്യുന്നതിൻ്റെ ബേസിൽ ഓരോരോ മീനിങ്സ് കൊടുക്കുന്നു എന്ന് മാത്രം. എന്നിരുന്നാലും ഇൻഫർമാറ്റിക്സിൻ്റെ ബേസ് കോർ എന്ന് പറയുന്നത് എല്ലായിടങ്ങളിലും സെയിം തന്നെയാണ്. ദാറ്റ് ഈസ് സ്റ്റഡി ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ എവരിഡേ പ്രോസസ്സസ്. ഓക്കെ, സെഷൻ we discuss with the meaning and scope of informatics. First we going through the meaning of information and informatics. Then we learn about the origin and definition of informatics, and then we discuss with the 7 important scope of informatics. I hope all are enjoy the session. Thank you. Stay home, stay safe.